ഓഫീസർക്ക് ഒരു സീറ്റില്ലേ, അപ്പോൾ സീറ്റ് ഉറപ്പാണ്. നമ്മൾ മുകളിലേക്ക് പോകാം, ജീവനക്കാർക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇവിടെയുള്ള കോൺഫറൻസ് ഹാള് കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ടുള്ള ഒരു കോൺഫറൻസ് ഹാളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ റിക്കവറി സെല്ല് നിലവിലുണ്ടായിരുന്നെങ്കിലും അതും കുറച്ചുകൂടി ജീവനക്കാർക്ക് ഇരിക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ റിക്കവറി സെല്ല് ഇപ്പം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അടുത്തത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കോൺഫറൻസ് ഹാളാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷം വഹിക്കാൻ വേണ്ടി ബാങ്കിന്റെ പ്രസിഡന്റിനെ വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സെക്രട്ടറി സൂചിപ്പിച്ചവരുടെ തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി നാടകം വഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കൊയിലാണ്ടി ശരിയാറിനെ ക്ഷണിക്കും. അപ്പോൾ ഈ വയനാട്ടിലെ ദുരന്തത്തെ പറ്റി സംസാരിക്കേണ്ടതില്ല, ഏവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇതിൽ ബാങ്ക് ജീവനക്കാരുടെ ഒരു ദിവസത്തെ വേതനം പ്രാഥമികമായും അതുപോലെ ബാങ്കിൻ്റെ സ്ഥാപനത്തിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷം രൂപയുടെയും ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ARനെ ഏൽപ്പിക്കുന്നതിനായി സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. ബാബു ഹാളിലേക്ക് പോവാം. നിലവിലെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ ഓഫീസിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കമാണിന്ന് ബഹുമാനപ്പെട്ട കൊയിലാണ്ടി വഹിക്കപ്പെട്ടത്. കോൺഫറൻസ് ഹാൾ വിപുലപ്പെടുത്തുകയും അതുപോലെ റിക്കവറി സെല്ല്, ആർബിട്രേറ്റർക്ക് പ്രത്യേക സീറ്റ് അറേഞ്ച്മെൻറ്റും നിർമ്മിക്കുകയാണ് ഉണ്ടായത്. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം, ബാങ്ക് ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന ഒരു ദിവസത്തെ വേതനം ബഹുമാനപ്പെട്ട ARനെ ഏൽപ്പിച്ചു. അതുപോലെ ബാങ്ക് ഈ സ്ഥാപനത്തിൻ്റെ വകയിൽ, പേരാമ്പ്ര റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ വകയിൽ പ്രാഥമികമായി 2 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബഹുമാനപ്പെട്ട ARനെ ഈ ചടങ്ങിൽ വെച്ച് ഏൽപ്പിക്കുകയുണ്ടായി. ബാങ്കിൻ്റെ നവീകരിച്ച ബോർഡ് റൂമും താഴെയുള്ള
സൗകര്യങ്ങളും ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് നമ്മൾ വയനാട്ടിലെ ദുരന്തമുഖത്താണുള്ളത്. വളരെയധികം കഷ്ടപ്പാടിലാണ് കേരള ജനത ഇന്ന് പ്രളയത്തിൽ അനുഭവിക്കുന്നത്. അങ്ങനെ തന്നെ വിലങ്ങാടും ഭയങ്കരമായ പ്രകൃതിക്ഷോഭമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബാങ്കിൻ്റെ സംഭാവനയായ 2 ലക്ഷം രൂപയും ജീവനക്കാരുടെ ഒരു ദിവസത്തെ വേതനം പ്രാഥമികമായിട്ടും ഇപ്പോൾ ബാങ്ക് കൈമാറിയിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ബാങ്ക് പെട്ടെന്ന് തന്നെ നടത്തിയിട്ടുള്ളത്. ഇത് അഭിനന്ദനാർഹമാണ്. കോൺഫറൻസ് ഹാളിലും അതുപോലെ റിക്കവറി സെല്ലിനും എല്ലാവിധ ഭാവങ്ങളും. പേരാമ്പ്ര റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് തൻ്റെ ചെറിയ ഉദ്ഘാടന പ്രവർത്തനത്തിലൂടെ അതിനിടയിൽ നടത്തിയിരിക്കുന്നത്. ഇന്ന് വളരെ ദുരന്തഭൂമിയായിരിക്കുന്ന വയനാടിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ബാങ്കിൻ്റെ ഒരു ചെറിയ സഹായം, ഇവിടുത്തെ ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളവും കൊടുത്തുകൊണ്ട് വളരെ മാതൃകാപരമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ വളരെ ചെറിയ തോതിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം ഇന്ന് നടന്നിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. വയനാട്ടിലെ ആ ദുരന്തം പരിപാടികളെ നഷ്ടപ്പെടുന്ന ദുരിതമനുഭവിക്കുന്നവർക്ക് പേരാമ്പ്ര കോപ്പറേറ്റീവ് ബാങ്ക് 2 ലക്ഷം രൂപ സംഭാവന നൽകിയിരിക്കുകയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിൽ പങ്കുചേർന്നതാണ് നമുക്ക് സന്തോഷമുണ്ട്. പേരാമ്പ്ര റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ ചില ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ഒരു മീറ്റിംഗ് ഹാളും റിക്കവറി സെക്ഷൻ ഓഫീസും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമായ അല്ലെങ്കിൽ ദേശീയ ദുരന്തമായ വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ ദുഃഖമനുഭവിക്കുന്ന പ്രയാസമനുഭവിക്കുന്ന അനുശോചനം അറിയിക്കുകയും ഒപ്പം അവർക്കൊരു ചെറിയ കൈത്താങ് എന്ന നിലയ്ക്ക് ബാങ്കിൻ്റെ ഒരു ചെറിയ സാമ്പത്തിക സഹായവും നൽകിയിട്ടുണ്ട്. ഇത്തരം സഹായങ്ങൾ കേരളത്തിൽ പൊതുവെ സഹകരണ മേഖലയിൽ നിന്നാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സഹകരണ പ്രസ്ഥാനങ്ങളെയും ബാങ്കുകളെയും തകർക്കാനുള്ള നിഗൂഢമായ ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സാധാരണക്കാരെ ചേർത്ത് നിർത്തുകയും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും വളരെ ലളിതമായ രീതിയിലും വ്യവസ്ഥയിലും നൽകിപ്പോരുന്ന സഹകരണ മേഖല തന്നെ നാട്ടിൽ നിലനിൽക്കേണ്ടത് സാധാരണ ജനങ്ങളുടെ അത്യാവശ്യമാണ്. അതിനുതകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഈ പ്രവർത്തനം. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മീറ്റിംഗ് ഹാളും അതുപോലെ റിക്കവറി സെല്ലും ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബാങ്കിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ 2 ഓഫീസുകളും കൂടുതൽ ഉപകാരപ്രദമാകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇന്ന് വയനാട്ടിലെ വൻ ദുരന്തത്തിൽ ജീവഹാനി നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കും ഈ ബാങ്കിൻ്റെ ജീവനക്കാരിൽ നിന്നും അതുപോലെ ബാങ്കിൻ്റെ സംഭാവനയായി ഞങ്ങൾ ഇവിടുന്ന് സംഖ്യ അസിസ്റ്റന്റ് രജിസ്ട്രാറെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും പരിപാടിക്കും സർവ്വവിധ ആശംസകളും അർപ്പിക്കുന്നു. പേരാമ്പ്ര പട്ടണത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഏകാശ്രയമായ എന്ന് പറഞ്ഞുകൂടാതെ സാന്നിധ്യമായ പേരാമ്പ്ര റീജിയണൽ കോപ്പറേറ്റീവിൻ്റെ കോൺഫറൻസ് ഹാൾ ആൻഡ് റിക്കവറി ഹാളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരന്തമുഖത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്ന ഒരു സമയത്ത് ഇതിന് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഒരു കൈത്താങ് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അല്ല, ബാങ്കിൻ്റെ പ്രവർത്തകരെയും ഒപ്പം പുതിയ ഈ ഒരു ഹാളുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിലുള്ള പുതിയ നല്ലൊരു രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ നമ്മുടെ ബാങ്കിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പേരാമ്പ്ര റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പുതിയ കോൺഫറൻസ് ഹാളും അതോടൊപ്പം തന്നെ റിക്കവറി സെക്ഷനൊരു സൗകര്യപ്പെടുത്തിക്കൊണ്ടുള്ള റൂമും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങിന് അതോടനുബന്ധിച്ച് ബാങ്കിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെറിയൊരു സംഭാവന നൽകാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഈ പരിപാടികൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നടത്തുന്നു. പേരാമ്പ്ര റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക് കോൺഫറൻസ് ഹാളും അതുപോലെ തന്നെ റിക്കവറി സെല്ലും ഉദ്ഘാടനം കഴിഞ്ഞു. ആ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നൽകുകയാണ്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഖ്യ
ഇവിടെ നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടായി ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ബാങ്ക് മുന്നിട്ടിറങ്ങുമെന്നാണ് പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും.